നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന്റെ ഒരു അഭിമാനമായ, പ്രത്യേകിച്ചും പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ ഒരു പൊൻതൂവലായിട്ട് മാറേണ്ടിയിരുന്ന നമ്മുടെ നാഷണൽ ഹൈവേ ഒരൊറ്റ മഴ കൊണ്ട് ദാണ്ടേ കിടക്കണം എല്ലാം കൂടി കുത്തി ഒഴുകിയിട്ട് പാടത്തേക്കാണ് പോയി. എന്താണ് ഇതിന്റെ അവസ്ഥ? ഈ കൂരിയാട് ആ പൊളിഞ്ഞ ഭാഗത്ത് പണി നടക്കുന്ന സമയത്ത് ഞാൻ പണ്ട് അതുവഴി പോയതാണ്. ആ സമയത്ത് കുട ചൂടിയിട്ട് ഒരാൾ നിൽക്കണ്ടേ, അവിടെ പണി നടക്കണ്ടേ, സൂപ്പർവൈസർ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ചങ്ങാതിന്റെ അടുത്ത് ഞാൻ ചോദിച്ച്, സഹോദര ഇതിന്റെ ബേസ്മെന്റ് എന്താണ്? അപ്പൊ അന്ന് മണ്ണ് കുണ്ട തട്ട് ടിപ്പറിലെല്ലാം ലാൻഡ് ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. പ്രത്യേകിച്ചൊന്നുമില്ല, വയലില്, അതായത് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന വയൽ അത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ആ സമയത്ത് മണ്ണ് അങ്ങനെ ഈ ഉരുളം കല്ലൊക്കെ ഉള്ള മണ്ണുകൾ അങ്ങനെ ടിപ്പറിൽ കൊണ്ടിങ്ങനെ ചെറുപറാ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ മണ്ണിലേക്ക് ഒരു ബേസ്മെന്റും ഇല്ല, ഒന്നുമില്ല. വയലാണ്, 2 മലകൾക്ക് താഴെ വരുന്ന വയല്. ഇത് നികത്തുകയാണ്. അതേ സമയത്ത് കാണ് പൊന്തി റോഡ് കൊണ്ട് ഒരേ ലെവലിൽ പോകാൻ വേണ്ടിയിട്ട് ഇവര് ഒരേ ലെവൽ, ഒരു ബേസ്മെന്റും ഇല്ല. അങ്ങനെ നിറയ്ക്കുക, മണ്ണിടുക, നിറയ്ക്കുക, മേലാമറത്തിന് നിറയ്ക്കണ്, അങ്ങനെ മണ്ണിടുന്നത് നിറയ്ക്കണേ, മണ്ണെടുക്കൽ നിറയ്ക്കണേ, അങ്ങനെ പൊക്കി 2-3 നില ഹൈറ്റിന്റെ അത്ര ദൂരത്തിൽ അങ്ങനെ പൊക്കിയിട്ട് അതിന്റെ മേലെ താറിട്ടിട്ട് 2 സൈഡ് ബ്രിക്സ് വെച്ച് ഇങ്ങനെ കുത്തൻ ഒട്ടിച്ച് വെച്ച് അതിന്റെ സൈഡിൽ 2 സർവീസ് റോഡ് ഉണ്ടാക്കി വെച്ച്. അപ്പോൾ ഈ സർവീസ് റോഡാണ് മെയിൻ റോഡിന്റെ സപ്പോർട്ട്. ഒരു മഴ പെയ്താ പോയി, അതിന്റെ വഴിക്ക് പോയി. അല്ലാത്ത അവസ്ഥയാണ്. അച്ചങ്ങാതിമാര് മണ്ടന്റെ ഒരു കളിമണ്ണ് പോലും ഇല്ല, ഒരു കുന്തും ഇല്ല. അതുപോട്ടെ, കോൺട്രാക്ടുകാർക്ക് KNRCന്റെ ആളുകൾക്ക് ബുദ്ധി ഇല്ല എന്ന് കരുതാം. ഈ KNRCന്റെ ആളുകൾക്ക് ബുദ്ധി ഇല്ലെങ്കിലും ഈ ഇത് നടത്തുന്ന ഗവൺമെന്റ് തലത്തിലുള്ള ആരും ഉണ്ടാവില്ല ഇതൊരു ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര കഴിഞ്ഞിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്താണ് ഇൻസ്പെക്ഷൻ. തുടക്കത്തിൽ വേണ്ട, ബേസ്മെന്റ് തൊട്ടിട്ട് വേണ്ട. ഈ ബേസ്മെന്റ് ഇല്ലെങ്കിൽ, ഇതിന് അടിത്തറ ഇല്ലെങ്കിൽ കോപ്പ് എവിടെ നിൽക്കുന്നത് കുത്തി ഒഴുകി പോകില്ലത്. അത്രയ്ക്ക് വെള്ളം ഒഴുകി പോകണം. നെൽവയലില് വലിയ ചൈന മതിൽ പോലെ അങ്ങനെ തടുത്ത് നിർത്തിയിട്ട് 1-2 കോയിലൊക്കെ വെച്ചിട്ട് വെള്ളം പോകാനൊക്കെ ഉള്ള ചുറ്റുപാടൊക്കെ ഉണ്ടാക്കില്ല. ഓവുപാലം. എന്ത് കഥ! കേരളത്തിന്റെ വികസനം പിണറായി സർക്കാരിന്റെ പൊൻതൂവല്. ഒരു കോപ്പന്മാരും അവിടെ ചെന്ന് ചെക്ക് ചെയ്യാൻ പോലില്ല. നാട്ടുകാർ, നല്ല ബുദ്ധിയുള്ള നാട്ടുകാർ, എന്തുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വർക്ക് സ്റ്റോപ്പ് ചെയ്യണം? അഴിമതിയല്ലേ, അഴിമതി. ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി, ഉദ്യോഗസ്ഥരും അതിനോടനുബന്ധപ്പെട്ട് തലതൊട്ട് താഴെ വരെയുള്ള ആളുകൾക്ക് കാശ് കൊടുത്തിട്ട് 10 ലക്ഷത്തിൽ 3 ലക്ഷം പോലും പണിക്കുണ്ടാവില്ല. അങ്ങനെ കൊടുക്കുക, ഓരോ ആളുകൾക്ക് കമ്മീഷൻ കൊടുത്ത് ലാസ്റ്റ് മുടക്ക് മുതലായിട്ട് ഈ വസ്തുതയ്ക്ക് വേണ്ടിയിട്ട് ഈ സംഭവത്തിന് വേണ്ടി സാധനം വാങ്ങാനും പണി ചെയ്യാനൊന്നും കാശുണ്ടാവില്ല. നമ്മളെ കേരളത്തിൽ അഴിമതി ലോകത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലം കേരളം തന്നെയാണ്. ഇത് ഈ മറ്റു നാടുകളിലെ ചൈനയിൽ, അതേപോലെ കൊറിയയിലൊക്കെ ഉള്ള ആളുകളെ പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയില്ല. കൊറിയയിലൊക്കെ അഴിമതി ചെയ്ത ആളുകളെ ഇങ്ങനെ പിടിച്ചിട്ട് സിംഹക്കുട്ടിലിട്ട് കൊടുക്കും, കടിച്ചു കയറുന്ന നായൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും, പിന്നെ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ കറക്കി മേലെ കൊണ്ടുപോയിട്ട് താഴേക്ക് എടുത്തിടും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ കേരളത്തിൽ നമുക്ക് ധൈര്യമായിട്ട് നടക്കാൻ കഴിയും? ഒരു ദിവസം എത്ര ആളെ ഹെലികോപ്റ്ററിന് താഴെക്കിടാണ്ടാവും? ഹെൽമെറ്റ് ഇട്ടുണ്ടെങ്കിലും നമുക്ക് കേരളത്തിൽ കൂടെ നടക്കാൻ കഴിയില്ല. ഡെയിലി 1000 ആളുകളെ മേലെ നിന്ന് താഴെക്കിട്ടുണ്ടെങ്കിലും അഴിമതിക്കാരെ തീർക്കാൻ കഴിയില്ല. അത്രയും വലിയ അഴിമതി. എല്ലാവരും അഴിമതി, എവിടെ ചെന്നാലും അഴിമതി. എല്ലാവർക്കും വേണം കൈക്കൂലി ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ നടക്കൂല. പക്ഷെ ഈ റോഡ് പൊളിഞ്ഞു പോയതിലല്ല സങ്കടം. ആ റോഡ് ഇനി എങ്ങനെ പാച്ച് വർക്ക് ചെയ്താലും ഒട്ടിച്ചു വെച്ചാൽ ആ റോഡ് നിൽക്കില്ല. അതിന് ബേസ്മെന്റ് ഇല്ല. ചളി പിളിയായി കിടക്കുന്ന ചളിയാണ് താഴെ. ഒരിത്തിരി നനഞ്ഞു കഴിഞ്ഞെങ്കിൽ പിളിയിരിക്കും. ഈ ചളിന്റെ മേലെ കുറച്ച് ചുവന്ന മണ്ണും കല്ലെല്ലാം കുത്തിക്കയറ്റിട്ട് അത് അമർത്തിട്ട് അതിന്റെ മേലെ കെട്ടിപ്പൊക്കിയിട്ട് എങ്ങനെ റോഡ് അവിടെ എങ്ങനെ നിൽക്കും? ഒരിക്കലും നിൽക്കൂല, ആ റോഡ് നിൽക്കൂല. ഇവര് എവിടുന്ന് പണി തുടങ്ങിയിട്ടുണ്ട്, എവിടൊക്കെ ഇതുപോലെ താഴ്ന്ന ഭാഗം പൊക്കിയിട്ടുണ്ട്, എല്ലാം പോവും. ഒരു കോപ്പ് എവിടെയും ബാലൻസ് ഉണ്ടാവില്ല. ആ പൊങ്ങി ഭാഗങ്ങൾ ഉണ്ടാവും. ഇത് ശരിക്ക് കേരളത്തിന് കിട്ടിയ ഏറ്റവും വലിയ ശാപമാണ്. കേരളത്തിന്റെ സുഷുമ്ന നാഡിക്ക് ബാധിച്ച ക്യാൻസറാണ് ഈ ഹൈവേ. അത്രക്കും മോശം പരിപാടിയാണ്. നിങ്ങൾ ഈ ഹൈറ്റിലുള്ള ഭാഗത്ത് കൂടെ ഒന്ന് പോയി നോക്ക്. സർവീസ് റോഡിൽ കൂടെ പോകുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കെട്ടിച്ച് പൊക്കിടും. ഒരു ബ്രിക്സ് അട്ടിട്ടിട്ടായിട്ട് വെച്ചിട്ട് അട്ടിക്കെട്ടിക്ക് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കുത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ പാലങ്ങളൊക്കെ അവിടെ നിൽക്കും, ഇങ്ങനെ ക്രോസ് പാലങ്ങളിലോ ഫ്ലൈ ഓവറുകളിലോ അതൊക്കെ അവിടെ നിൽക്കും. ബാക്കിയെല്ലാം ഒഴുകി പോകും. കേരളത്തിൽ മഴ തുടങ്ങാൻ പോകണേ ഉള്ളൂ. മേഘവിസ്ഫോടനം, മലവെള്ളപ്പാച്ചിൽ, ഇതൊക്കെ വരുന്ന സ്ഥലം കേരളം. പഴയ പോലെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന മഴയല്ല. ജനങ്ങളെ സ്വഭാവം മാറിയതുപോലെ തന്നെ ക്ലൈമറ്റും മാറി കൊണ്ട് ശരിയാണ്. വെള്ളം അങ്ങനെ വരട്ടെ. കൂരിയാടൊക്കെ ഇങ്ങനെ അവിടെ എത്തും. കൂരിയാടൊക്കെ ഇങ്ങനെ ഒഴുകിയിട്ട് പോയ കൂടെ പോകുന്നുണ്ടാവും. 2 സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. പണ്ട് പുഴേന്റെ ഇങ്ങനെ മറ്റേ മരപ്പാലം കെട്ടില്ലേ, ഈ പാലം കെട്ടിയോലെ ഇങ്ങനെ പോവാ. ഒരു കുഴപ്പമില്ലായിരുന്നു. ആ പഴയ റോഡ് തിക്കും തിരക്കും ട്രാഫിക്കും ഉണ്ടെങ്കിൽ അങ്ങനെ കേരളത്തിൽ കൂടെ യാത്ര ചെയ്യായിരുന്നു. കഴിഞ്ഞ് കേരളത്തിന്റെ സുഖകരമായ യാത്ര ഇനി നടക്കൂല, ഒരിക്കലും നടക്കൂല. ഇതെങ്ങനെ ഇനി ആ റോഡല്ല ഇനി ശരിയാവണമെങ്കിൽ കംപ്ലീറ്റ് വാരി ഒഴിവാക്കണം. ആ താഴ്ന്ന ഭാഗങ്ങൾ, ആ വയൽ ഭാഗങ്ങളിൽ ഇനി അവിടെയൊക്കെ ശരിയാവണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു
മീറ്റർ ദൂരത്തെങ്കിലും വെച്ചിട്ട് ആ പൈലിംഗ് ചെയ്ത് കോളം വാർത്ത് ബെൽറ്റ് കെട്ടി അതിൽ കോൺക്രീറ്റ് ഷട്ടറുകൾ ഇറക്കി അവിടെ നിന്ന് ഫില്ല് ചെയ്ത് മേലൊക്കെ കൊണ്ടുവന്ന കുറേയൊക്കെ ബേസ്മെന്റ് കിട്ടും. വല്ലാത്ത കഷ്ടമാണ്, വളരെ മോശം. എന്ത് ഭരണം, എന്നാ കോപ്പ് ആളുകളാ അവിടെ ഉള്ളത്, എന്ത് ആളുകളാ. കേരളമാണ് പോലും ലോകത്തിൽ ഭയങ്കര ബുദ്ധിയുള്ള ആളുകളാണ് കേരളം. ഇവിടെ ചെന്നാൽ മലയാളികൾ പറയും മലയാളികൾ എന്തോ സംഭവമാണ് ലോകത്ത്, ഒരു കോപ്പില്ല. അതാ നമ്മുടെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയ നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെ വെച്ച റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവിടെ തോട്ടിലെത്തിന്. കേരളം ബുദ്ധി രാക്ഷസന്മാർ, വിദ്യാസമ്പന്നർ പോയില്ല, എല്ലാം പോയി. ആ റോഡിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇനി ആ കുന്നിന്റെ മേലെ കൂടെ പോയ റോഡൊക്കെ അവിടെ ഉണ്ടാവും, ഇങ്ങനെ കഷ്ണമായിട്ടുണ്ടാവും. ആ വയലിൽ കൂടെ എല്ലാം പോയി, എല്ലാം തോട്ടിലെത്തിപ്പോയി. പിണറായി സർക്കാരിന്റെ 4ാമത്തെ വാർഷിക ആഘോഷത്തിന് വേണ്ടി കഥീന പൊട്ടിച്ചതാണ്. ഇനിയിപ്പോ ഭരണം മാറി കോൺഗ്രസ് വന്നാൽ ഇത് നന്നാവോ? ഈ ആളുകൾ തന്നെ ഉദ്യോഗസ്ഥരൊന്നും മാറുന്നില്ലല്ലോ, ഇവരൊക്കെ തന്നെയല്ലേ. ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര കഷ്ടം. എന്ത് വലിയ നഷ്ടം സംഭവിക്കാൻ പോണത്, എന്ത് വലിയ നഷ്ടം. ഈ കോൺട്രാക്ടിങ് കമ്പനി അവർ കൈമാറാത്തതുകൊണ്ട് അവർ നോക്കുന്നത് NRCന്റെ പെരടിയിൽ ഉണ്ടാവും. പക്ഷെ ഇതിന് ഇനി മണ്ണും കല്ലും ബോളറും ഇതൊക്കെ ഈ കേരളത്തിന്റെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മലകളും കുന്നുകളും കോറികളും വളരെ രസകരമായ കുന്നുമല എല്ലാം പോയില്ല, തമർത്ത് തരിപ്പണാക്കില്ലല്ലോ. എല്ലാം വാരിയിട്ട് ഈ ഇവിടെ ഈ നെൽവയലിൽ കൊണ്ട് നിരത്തി. അതിപ്പോ മഴ പെയ്ത് പോവാൻ നിൽക്കുക. വളരെ കഷ്ടമാണ്, വളരെ കഷ്ടം. ബുദ്ധി രാക്ഷസന്മാരായ കേരളത്തിന്റെ കഷ്ടമാണിത്. ഇനി അവിടെയും വേണ്ടി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ടാർ ഒഴിച്ചിട്ട് ഓട്ടടയ്ക്കുന്ന കുറെ ടീമുണ്ട്, കണ്ട് പാച്ച് വർക്ക് നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ചിട്ട് അത് ഇൻസ്പെക്ഷൻ കൊടുത്ത് ഹാൻഡ് ഓവർ ചെയ്ത് അവിടെ യൂസർ ഫീ പിരിക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, ജനങ്ങളെ പിഴിയാൻ വേണ്ടിയിട്ട്, യൂസർ ഫീ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അഹങ്കാരം, ഓട്ടോറിക്ഷ പോകാൻ പറ്റൂല, 2 വീലർ പോകാൻ പറ്റൂല. പോയില്ലൊക്കെ പോയില്ലേ, എല്ലാം പോയില്ലേ. നന്ദി, നമസ്കാരം.